ഹായ്, വെൽക്കം ടു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മാസ്റ്റർ ക്ലാസ് ഇൻ മലയാളം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ബിസിനസ് സെറ്റ് ചെയ്യാം, എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാം, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്തിട്ട് എങ്ങനെയാണ് പാസീവ് ആയിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ്. ആളുകൾ പല രീതിയിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് ഈ മാസ്റ്റർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ട് ഒരു ബിസിനസ് ആയിട്ട് എങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്ത് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ബിസിനസ് ആയിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്ത് ഒരു സ്ഥിര വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു നെക്സ്റ്റ് 30 to 40 മിനിറ്റ്സ് നിങ്ങൾ മാറ്റി വെക്കുക. ഇതിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രാറ്റജീസും ടെക്നിക്സും ടൂൾസും എല്ലാം ഈ മാസ്റ്റർ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തും. ഓക്കെ, ശരി. എൻ്റെ പേര് ഷംനാസ് എന്നാണ്. ഞാനൊരു ട്രാക്ഷൻ ഇൻകോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ കമ്പനി റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഞാൻ 2015 മുതൽ ഞാൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ ആക്റ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, അഫിലിയേറ്റ് മാർക്കറ്റേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് മീ. ഇനി എന്താണ്, നമുക്ക് അതിന്റെ ബേസിക്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്? ഓക്കെ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഈസ് എ വേ ടു ഏൺ മണി ബൈ പ്രൊമോട്ടിംഗ് പ്രൊഡക്ട്സ് ഓർ സർവീസസ്. അതാണ് സിമ്പിൾ ടേംസിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമ്മൾ മറ്റുള്ള ഒരാളുടെ മറ്റൊരു കമ്പനിയുടെ പ്രൊഡക്റ്റുമായിട്ട് അഫിലിയേറ്റ് ആയിട്ട് സൈൻ അപ്പ് ചെയ്ത് അവരുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാം. അതിൽ നിന്നൊരു കമ്മീഷൻ ഏൺ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അതായത് സാധാരണ ഒരു ബിസിനസ്സിൽ നമ്മൾ നമ്മളുടെ ഓൺ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വരുന്ന സമയത്ത് നമ്മൾ മറ്റൊരു കമ്പനിയുടെ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതോ ആയിട്ടുള്ള മറ്റൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് നമ്മൾ ഒരു അഫിലിയേറ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാം. ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ വരുന്ന പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡിലെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു മാർക്കറ്റിംഗ് മെത്തേഡാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. സാധാരണ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മുൻകൂട്ടി ഒരു പേയ്മെന്റ് വാങ്ങിച്ച്, ഒരു ഫിക്സഡ് പേയ്മെന്റ് വാങ്ങിച്ച് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് കൊടുക്കുകയാണല്ലോ ചെയ്യുക. ഇത് പെർഫോമൻസ് മാർക്കറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്ത് അതിൽ നിന്ന് വരുന്ന റിസൾട്ടിന്റെ ഒരു കമ്മീഷനാണ് ഇതിൽ ചെയ്യുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തന്നെ പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്, നമ്മൾ എല്ലാം ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ അഫിലിയേറ്റ് ആയിട്ട് സൈൻ അപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ അഫിലിയേറ്റ് ആയിട്ട് സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഫിലിയേറ്റ് ഡാഷ്ബോർഡ് അവർ തരും. ഈ അഫിലിയേറ്റ് ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ലിങ്ക് അവർ തരും. ഈ ലിങ്കിലൂടെ വരുന്ന ലീഡ്സിനും സെയിൽസിനുമാണ് നമുക്ക് പേയ്മെന്റ് വരുന്നത്. ഓക്കെ, ചില കമ്പനികൾ എന്ത് ചെയ്യും, നമുക്ക് കൂപ്പൺസ് തരും. അതായത് നമ്മളുടെ സെയിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് കൂപ്പൺസ് ഒക്കെ തരും. അതായത് കമ്പനിയിൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ 1000 rupees ആണെങ്കിൽ നമ്മൾ ത്രൂ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിന് 950 rupees അല്ലെങ്കിൽ 900 rupees കൊടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ത്രൂ ആ പ്രൊഡക്റ്റ് സെൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അതാണ് ബേസിക്കലി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഫിലിയേറ്റ് പ്രൊഡക്റ്റ്, ഇത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ല, അഫിലിയേറ്റ് പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുക, ഓരോന്നിന്റെയും ബെനിഫിറ്റ്സ് എന്താണ്. അതായത് ഏതൊരു പ്രൊഡക്റ്റിനും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റും ഉണ്ട്, അതിന്റെ പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുക, എങ്ങനെയൊക്കെയാണ് നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, സാധാരണ രീതിയിലുള്ള ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സും എല്ലാം ചെയ്യുന്നതാണ് ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ. അതായത് ഗാഡ്ജറ്റുകൾ അല്ലെങ്കിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളില്ലേ, അത് നമുക്ക് അഫിലിയേറ്റ് ആയിട്ട് സൈൻ അപ്പ് ചെയ്ത് അതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാം. ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു വാച്ച് അല്ലെങ്കിൽ ഒരു ഫോൺ നമ്മൾ സെൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ സെയിൽ കൊണ്ടുവരുന്ന സമയത്തും മാനുഫാക്ചറിന് അത് മാനുഫാക്ചർ ചെയ്ത് അത് ഷിപ്പ് ചെയ്ത് അതിന്റെ മാർക്കറ്റിംഗും എല്ലാം അതിൽ വരും. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ പ്രൊഡക്റ്റുകളുടെ മാർജിൻസ് കുറവായിരിക്കും സെല്ലറിന്. അതായത് സെല്ലറിന് ഇപ്പോൾ ആമസോണിൽ സെൽ ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു 20% അല്ലെങ്കിൽ ഒരു 15% ഒക്കെയാണ് അതിൽ പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാവുന്നത്. അതിൽ നിന്നാണ് നമുക്ക് ഡിവൈഡ് ചെയ്ത് തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്നുള്ള അഫിലിയേറ്റ് കമ്മീഷൻസ് വളരെ കുറവായിരിക്കും. അതായത് ഒരു 3% അല്ലെങ്കിൽ ഒരു 4% ഒക്കെയാണ് നമുക്ക് അതിൽ നിന്ന് അഫിലിയേറ്റ് ആയിട്ടുള്ള കമ്മീഷൻ വരുന്നത്.
അപ്പൊ ഇതുപോലെയുള്ള ഒരു ചെറിയൊരു മാർജിനിലുള്ള കമ്മീഷൻ വെച്ചിട്ട് നമുക്കൊരു റിലയബിൾ ആയിട്ടുള്ള ബിസിനസ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും നമ്മൾ ബിഗിനേഴ്സ് ആണ്, അല്ലെങ്കിൽ നമുക്കൊരു വലിയ ഫോളോവിങ്ങും ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള മാർക്കറ്റിംഗ് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു 1000 പ്രൊഡക്റ്റ് സെൽ ചെയ്ത് കഴിഞ്ഞാൽ 30 രൂപ 35 രൂപയാണ് നമുക്ക് ആകെ കമ്മീഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഒരു ജോബ് റീപ്ലേസിംഗ് ആയിട്ടുള്ള ഒരു ബേസിക് സാലറി തന്നെ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 35,000, അതായത് 35,000 നമുക്കൊരു മന്ത്ലി ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം, ഇപ്പോൾ സപ്പോസ് ഒരു ആവറേജ് കോസ്റ്റ് പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് 1000 രൂപയാണെങ്കിൽ നമുക്ക് ഈ 1000 രൂപയുടെ പ്രൊഡക്റ്റ് 1000 പേർക്ക് സെൽ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കൊരു 35,000 രൂപ ഒരു മാസം ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ലെവലുള്ള ഫോളോവേഴ്സോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ മെയിലിംഗ് ലിസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഫീസിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഒരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫീസിബിൾ ആയിട്ടുള്ള മെത്തേഡാണ്. അല്ല, നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ 1000 പ്രൊഡക്റ്റ് ഒരു മാസം സെൽ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. 1000 പ്രൊഡക്റ്റ് ഒരു മാസം സെൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും എൻഗേജിങ് ആയിട്ടുള്ള ഒരു 10 lakh ഫോളോവേഴ്സ് എങ്കിലും വേണ്ടി വരും. ഓക്കെ, രണ്ടാമതായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാണ്. ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ്. ഡിജിറ്റൽ പ്രൊഡക്ട്സിൽ വരുന്നതാണ് സോഫ്റ്റ്വെയർസ് എല്ലാം. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ച് ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇത് കമ്പനീനെ സംബന്ധിച്ച് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അവർ സോഫ്റ്റ്വെയർ ഒരിക്കൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റുകൾ മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അഫിലിയേറ്റ് ത്രൂ ഒരു കസ്റ്റമർ കമ്പനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ കമ്പനിക്ക് അതിൽ നിന്ന് 90 അല്ലെങ്കിൽ 95% അവരുടെ പ്രോഫിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു അഫിലിയേറ്റ് ആയിട്ട് നമ്മളൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെൽ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി 40% മുതൽ 60-70% 80% വരെയൊക്കെ അഫിലിയേറ്റ് കമ്മീഷൻസ് കൊടുക്കും. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫിസിക്കൽ പ്രൊഡക്റ്റ് 1000 രൂപയുടെ ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് നമ്മൾ സെൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെറും 35 രൂപയാണ് കമ്മീഷൻ കിട്ടുന്നതെങ്കിൽ, 1000 രൂപയുടെ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ സെൽ ചെയ്ത് കഴിഞ്ഞാൽ 400 രൂപ മുതൽ 800 രൂപ വരെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റ് 1000 രൂപയുടെ തന്നെ പ്രൊഡക്റ്റ് 1000 സെൽ ചെയ്ത് കഴിഞ്ഞാൽ 35,000 കിട്ടുമ്പോൾ, ഇവിടെ നമുക്ക് വെറും 100 എണ്ണം സെൽ ചെയ്ത് കഴിഞ്ഞാൽ 80,000 രൂപ അല്ലെങ്കിൽ ഒരു 1 lakh റുപ്പീസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. 1000 പ്രൊഡക്റ്റ് ആണ് ഞാൻ പറയുന്നത്. ഒരു ഓൺ ആൻ ആവറേജ് ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിന് ഒരു 3000 രൂപ മുതൽ 12,000 15,000 രൂപ വരെ ആണ് ഒരു ആവറേജ് കോസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സെൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു 1200 അല്ലെങ്കിൽ 2000 റുപ്പീസ് നമുക്ക് കമ്മീഷൻ ആയിട്ട് കിട്ടും. ഓക്കെ, ഇതാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റിന്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, മൂന്നാമത്തെ കാറ്റഗറിയാണ് എന്റെ ഫേവറേറ്റ് കാറ്റഗറി. ഇത് സബ്സ്ക്രിപ്ഷൻസ് ആണ്. ഇത് ഡിജിറ്റൽ പ്രൊഡക്റ്റിന്റെ സബ്സ്ക്രിപ്ഷൻസും ആവാം. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റിക്കറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ് ആയിട്ട് ഒരു എക്സാമ്പിൾ എടുക്കാം. നെറ്റ്ഫ്ലിക്സ് കൂടുതൽ പേരും ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് ആണ് നമ്മൾ സെൽ ചെയ്യുന്നത്, നമ്മൾ അഫിലിയേറ്റ് ആയിട്ട് സെൽ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെറ്റ്ഫ്ലിക്സിന് കസ്റ്റമർ എല്ലാ മാസവും സബ്സ്ക്രിപ്ഷൻ ഫീ കൊടുക്കണമല്ലോ. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലേക്ക് നമ്മൾ ത്രൂ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ, ഓരോ മാസം കസ്റ്റമർ നമ്മൾ റെഫർ ചെയ്ത കസ്റ്റമർ സബ്സ്ക്രിപ്ഷൻ റിന്യൂ ചെയ്യുമ്പോഴും നമുക്ക് കമ്മീഷൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് എൻ്റെ ഫേവറേറ്റ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കസ്റ്റമറിന് ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മാസവും അതിൽ നിന്ന് കമ്മീഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു 2-3 മാസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് പെട്ടെന്ന് ഈ ഒരു ഇൻകം സോഴ്സ് ഇത് പെട്ടെന്ന് ഒരു പാസീവ് ഇൻകം സോഴ്സ് ആയിട്ട് മാറും. കാരണം നമ്മളൊരു മാസം ഇപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു ഫസ്റ്റ് മന്ത് നമ്മൾ നല്ലപോലെ വർക്ക് ചെയ്തു, നമുക്ക് സെയിൽ വന്നു. സെക്കൻഡ് മന്തും സെയിൽ വന്നു. സെക്കൻഡ് മന്ത് സെയിം എഫേർട്ട് എടുത്ത്, അതായത് ഫസ്റ്റ് മന്തിൽ നമ്മൾ എഫേർട്ട് എടുത്ത് 10 സെയിൽ ചെയ്തു. 10 സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആവറേജ് നമ്മൾക്ക് കമ്മീഷൻ വരുന്നത് 1000 രൂപയാണ് പെർ സെയിലിന് കമ്മീഷൻ വരുന്നതെങ്കിൽ, ആദ്യത്തെ മാസം നമ്മൾ 10,000 റുപ്പീസ് ഏൺ ചെയ്യും. രണ്ടാമത്തെ മാസം സെയിം എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ മാസം നമുക്ക് 10,000 അല്ല കിട്ടുന്നത്. 10 സെയിലിനെ ചെയ്ത് കഴിഞ്ഞാൽ 10,000 അല്ല കിട്ടുന്നത്. രണ്ടാമത്തെ മാസത്തെ രണ്ടാമത്തെ മാസം നമ്മൾ സെല്ല് ചെയ്ത 10 പേരുടെ അടുത്ത് നിന്നുള്ള 10,000 കിട്ടും. ആദ്യത്തെ മാസം നമ്മൾ സെല്ല് ചെയ്ത 10 പേരുടെ റിന്യൂവൽ ആയിട്ടുണ്ടാവും അപ്പോഴേക്ക്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് മന്തിൽ ചെയ്ത 10,000 കൂടെ ആഡ് ആയിട്ട് സെക്കൻഡ് മന്തിൽ 20,000 ഏൺ ചെയ്യും. ഇനി തേർഡ് മന്ത് നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും, തേർഡ് മന്ത് നിങ്ങൾ ഒരു വെക്കേഷൻ എടുക്കണം, അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ച് തേർഡ് മന്ത് നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും, ഈ ഫസ്റ്റ് 2 മന്ത്സിന്റെ 20,000 റിക്കറിംഗ് ആയിട്ട് അവർ റിന്യൂ ചെയ്യുമ്പോൾ തേർഡ് മന്ത് നമുക്ക് കമ്മീഷൻ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ സെൽ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഓക്കെ, പ്രത്യേകിച്ചും നമ്മളൊരു ഇന്ത്യക്ക് പുറത്തൊക്കെയുള്ള ഫോറിൻ കൺട്രീസിലേക്കുള്ള പ്രൊഡക്റ്റുകൾ, സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റുകളൊക്കെ സെൽ ചെയ്യുന്ന സമയത്ത്
ഓൺ ആൻ ആവറേജ്, ഒരു ആവറേജ് ആയിട്ട് ഒരു സോഫ്റ്റ്വെയറിന് ഒരു $100 അഫിലിയേറ്റ് ആയിട്ട്, സോറി, അതിന്റെ പ്രൊഡക്റ്റ് പ്രൈസ് ഉണ്ടായിരിക്കും. ഒരു $10,000 റേഞ്ചിലായിരിക്കും സോഫ്റ്റ്വെയർ പ്രൈസ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഒരു സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓൺ ആൻ ആവറേജ് 5,000 to 6,000 പെർ പേഴ്സൺ നമുക്ക് കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കും. വെറും 10 സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 60,000 നമുക്ക് അഫിലിയേറ്റ് കമ്മീഷൻ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. സബ്സ്ക്രിപ്ഷൻ ആവുന്ന സമയത്ത് അത് ക്യുമുലേറ്റ് ചെയ്ത് നമുക്കൊരു പാസീവ് ഇൻകം സോഴ്സ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പാസീവ് ഇൻകം സോഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി, ഇത്രയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തന്നെ എൻ്റെ ബെസ്റ്റ്, ഞാൻ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന ഒരു ബിസിനസ് മോഡൽ ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു സെയിൽ ചെയ്യുന്ന സമയത്ത് അവിടെ ബിസിനസ് തുടങ്ങുകയാണ്, കസ്റ്റമർ നമുക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിൻ്റെ വർക്കുകൾ തുടങ്ങണം, നമ്മൾ അതിൻ്റെ ഡെലിവറി ചെയ്യണം, നമ്മൾ അതിൻ്റെ സപ്പോർട്ട് കൊടുക്കണം, അവരുടെ ടെക്നിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കണം, ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് കൊടുക്കണം, എപ്പോഴും കസ്റ്റമറിൻ്റെ കോൾ റിസീവ് ചെയ്തുകൊണ്ടിരിക്കണം, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ റീഫണ്ട്സ് നമ്മൾ മാനേജ് ചെയ്യണം. അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ ഇങ്ങനെ ഒരു വിഷയവും വരുന്നില്ല. അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ നിങ്ങൾ ഒരു കസ്റ്റമറിനെ റെഫർ ചെയ്യുന്നതോടുകൂടെ അവിടെ നിങ്ങളുടെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യും. ബാക്കിയെല്ലാം കമ്പനിയാണ് മാനേജ് ചെയ്യുന്നത്. കമ്പനിയാണ് അതിന്റെ ഡെലിവറിയും കസ്റ്റമർ സപ്പോർട്ടും ടെക്നിക്കൽ സപ്പോർട്ടും എല്ലാ ഇഷ്യൂസും സോൾവ് ചെയ്യുന്ന കമ്പനിയാണ്. നമുക്ക് അതിന്റെ കമ്മീഷൻസ് മന്ത്ലി കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ശരി. ഇനി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു പല രീതിയിൽ ചെയ്യാവുന്നത്. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള മെത്തേഡ്, ഞാൻ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, ഏതൊരു മാർക്കറ്റിംഗ് ആണെങ്കിലും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ല, നമ്മൾ എന്ത് മാർക്കറ്റിംഗ് എടുത്തു കഴിഞ്ഞാലും ആദ്യം ഏതൊരു മാർക്കറ്റിംഗ് മാസ്റ്റർ ക്ലാസ്സിന് കയറി കഴിഞ്ഞാലും നിങ്ങൾ ആദ്യം പറയുന്നത് ഫൈൻഡ് യുവർ നിഷ് എന്നാണ് അവരെല്ലാവരും പറയുന്നത്. ഇത് എന്താണ് നിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയ ഒരു മാർക്കറ്റ്, അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ നിഷാണ്. ഒരു ജിമ്മാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതെന്ന് വെക്കാം. ഞാനൊരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ല, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതായത് ഒരു ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് പല ആളുകൾക്കും പല മോട്ടിവേഷൻ ആയിരിക്കും. ഒരു 20 ബിലോ, ഒരു 20 വയസ്സിന് താഴെയുള്ള ആളുകൾ ജിമ്മിൽ പോകുന്ന സെയിം റീസൺ ആയിരിക്കില്ല ഒരു 20 to 35 ഏജിലുള്ള ആളുകൾ ജിമ്മിൽ പോകാനുള്ള റീസൺ. ആ 35+ പോകുന്ന ആളുകൾക്ക് വേറെ ഒരു റീസൺ ആയിരിക്കും ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട്. ഒരു സീനിയർ സിറ്റിസൺ ജിമ്മിൽ പോകുന്നത് വേറെ റിക്വയർമെന്റ് കാരണമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരുടെ അടുത്തും സെയിം പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് എല്ലാവരുടെ അടുത്തും ഒരേ ലാംഗ്വേജിൽ സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് ഇത് മാർക്കറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ആർക്കും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന പല ആളുകളുടെ ഇതിൽ നിന്ന് നമ്മൾ ഒരു നിഷ് നമ്മൾ സെലക്ട് ചെയ്യണം. ആ ഒരു നിഷിന് വേണ്ടിയിട്ട് നമ്മളുടെ മെസ്സേജിങ്ങും ഓഫറും ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ജിമ്മിന്റെ തന്നെ നേരത്തെ പറഞ്ഞുകൊണ്ട് പറയുന്നതാണ്. ജിമ്മിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വർക്കിംഗ് പ്രൊഫഷണൽസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെക്കാം. ഒരു ജിമ്മിന്റെ മാർക്കറ്റിങ്ങിന് വർക്കിംഗ് പ്രൊഫഷണൽസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് എനിക്ക് വെക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ ക്രിയേറ്റീവ് ചെയ്യുന്ന സമയത്ത് ഒരു വർക്കിംഗ് പ്രൊഫഷണലിന്റെ ക്രിയേറ്റീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അവരെ അട്രാക്ട് ചെയ്യാൻ ഈസി ആവും. നമ്മളൊരു ജനറൽ ആയിട്ടുള്ള ഒരു ഫിഗർ വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ 4 കാറ്റഗറിയിൽ ഒരു കാറ്റഗറിനെയും നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു സീനിയർ സിറ്റിസനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ സീനിയർ സിറ്റിസൺസിന്റെ പിക്ചേഴ്സ് നമുക്ക് ക്രിയേറ്റീവ്സിൽ വെക്കാൻ പറ്റും. അവരുടെ പ്രോബ്ലംസ് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ഇപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസിനെയാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് അതിന്റെ ടൈമിങ്സ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം അവർ മോർണിംഗ് മുതൽ ഈവനിങ് വരെ വർക്കിങ്ങിലായിരിക്കും. നൈറ്റ് ആയിരിക്കും അവരുടെ പ്രിഫേർഡ് ആയിട്ടുള്ള ടൈം, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ആയിരിക്കും പ്രിഫേർഡ് ആയിട്ടുള്ള ടൈം എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ പ്രായമായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ആ ഒരു ടൈമിംഗ് അവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് ടൈം സ്ലോട്ടുകളൊക്കെ കൊടുക്കാം. നമുക്ക് അവരുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാനും ഈസി ആയിരിക്കും. ക്രിയേറ്റീവ്സ് ചെയ്യാൻ ഈസി ആയിരിക്കും. മെസ്സേജിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു ചെറിയ മാർക്കറ്റ്, ഒരു പ്രത്യേക സ്വഭാവമുള്ള ഒരു ചെറിയ നിഷ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രോബ്ലംസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു വർക്കിംഗ് പ്രൊഫഷണൽസ്, ഞാൻ നേരത്തെ ഉള്ള എക്സാമ്പിൾ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ അയാൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. അതായത് അവർക്ക് ചിലപ്പോൾ ഫുൾ ടൈം ഒരു IT ജോബ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവർ എവിടെയും മൂവ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അവർ അൺഹെൽത്തി ആയി പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡുകളായിരിക്കും പ്രിഫർ ചെയ്യുന്നുണ്ടാവുക, അവർ കൂടുതൽ കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ ആയിരിക്കും അവരുടെ പ്രോബ്ലംസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രോബ്ലംസ് നമ്മൾ ലിസ്റ്റ് ചെയ്യാം. ഈ ലിസ്റ്റ് ചെയ്ത്
കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുക ഇവരെ എങ്ങനെയാണ് ഇവരെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, എന്താണ് ഇവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നാണ് പേരെങ്കിലും ഇതൊരു മാർക്കറ്റിംഗ് അല്ല. നമ്മളൊരു മാർക്കറ്റർ ആയിട്ടല്ല നമ്മൾ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യേണ്ടത്. നമ്മളൊരു കൺസൾട്ടന്റിന്റെ ഒരു റോളാണ് നമുക്ക് കിട്ടുക. ഇറ്റ്സ് ലൈക്ക് ഇതിങ്ങനെയാണ്, അതായത് ഇതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇതാണ്, ഐ വിൽ ഹെൽപ്പ് യു സോൾവ് യുവർ പ്രോബ്ലംസ്. അതാണ് ഇവിടെ വിഷയം വരുന്നത്. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച നിഷിൽ ഒരു ഡ്രീം ഉണ്ടായിരിക്കും. അതായത് ഞാൻ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ്, എനിക്ക് ഈ ഒരു സ്റ്റേജിൽ എത്തണം, അത് അവരുടെ ഡ്രീം ആയിരിക്കും. അത് നമുക്ക് ഫോക്കസ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം ഹിയർ, ഞാൻ ഇവിടെയാണ്, എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങളെ എനിക്ക് ഓവർകം ചെയ്യണം. അതായത് അവർക്കൊരു പെയിൻ പോയിന്റ് ഉണ്ടാവും. ഒന്നെങ്കിൽ എന്ത് ചെയ്യും, ആളുകൾ മിക്കവാറും റേസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പെയിൻ പോയിന്റ്സ് റിമൂവ് ചെയ്യാനായിരിക്കും. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പെയിൻ പോയിന്റ് റിമൂവ് ചെയ്യലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലാണ് ഓൾറെഡി ഉള്ളത്. നമുക്കൊരു ഡ്രീം ഉണ്ട്, അതിലേക്ക് ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹഡിൽസ് ഉണ്ടാവും. അതായത് അവർ അത്രയും മോട്ടിവേറ്റഡ് ആയിരിക്കില്ല. പക്ഷെ ഒരു പെയിൻ ഉള്ളൊരു ആളെ സംബന്ധിച്ച് ആ പെയിൻ എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും. അവർക്ക് സെല്ല് ചെയ്യാനും എളുപ്പമാണ്. അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ, അവരുടെ പ്രോബ്ലംസ് അവർക്ക് ഐഡന്റിഫൈ ചെയ്ത് കൊടുത്ത് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ എൻ്റെ അടുത്തൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെല്ല് ചെയ്യാൻ എളുപ്പമാണ്. സോ ഐ വുഡ് സജസ്റ്റ് യു ഗോ വിത്ത് ദ പെയിൻ പോയിന്റ്സ്. ഡിസയേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പെയിൻ പോയിന്റ്സ് ഫോക്കസ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈൻഡ് സൊല്യൂഷൻസ്. നമ്മൾ അവരുടെ പെയിൻ പോയിന്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പെയിൻ പോയിന്റ്സ് സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് കണ്ടുപിടിക്കണം. സൊല്യൂഷൻസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റുകളായിരിക്കാം, പ്രോഗ്രാംസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്പുകളോ എന്തെങ്കിലും ആയിരിക്കാം. ഈ പ്രോഗ്രാംസ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഈ മെത്തേഡുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസുകൾ ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ jvzoo.com, clickbank.com, digistore24.com അങ്ങനെ ഒരുപാട് അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസുകൾ ഉണ്ട്. ഈ അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ, അവർക്കുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു മാർക്കറ്റ് കണ്ടുപിടിച്ചു, അവരുടെ പ്രോബ്ലംസ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് ആണ് നമ്മൾ അവർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ നമ്മൾ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഈ സൊല്യൂഷൻസ് ആണ് ബേസിക്കലി നമ്മളുടെ അഫിലിയേറ്റ് പ്രോഗ്രാംസ്. ഇത് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമുക്ക് കമ്മീഷൻസ് കിട്ടുന്നത്. ഓക്കെ, ശരി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് അഫിലിയേറ്റ് പ്രോഗ്രാംസ് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസുകളാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ, കമ്പനിയുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ പോയി കഴിഞ്ഞാൽ ജോയിൻ അവർ പാർട്ട്ണർ പ്രോഗ്രാം അല്ലെങ്കിൽ ജോയിൻ അവർ അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കുകൾ കാണാം. ഇന്റർനെറ്റിലുള്ള ഒരു 90% പ്രോഗ്രാമുകൾക്കും പ്രൊഡക്റ്റുകൾക്കും അഫിലിയേറ്റ് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. എളുപ്പമാണ് അഫിലിയേറ്റ് പ്രോഗ്രാംസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ മാർക്കറ്റ് പ്ലേസുകളിൽ ആമസോൺ പോലെയുള്ള മാർക്കറ്റ് പ്ലേസുകളിൽ പോയിട്ട് അവരുടെ അഫിലിയേറ്റ് ആയിട്ട് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സെല്ല് ചെയ്യുന്ന ഏതൊരു പ്രൊഡക്റ്റും നമുക്ക് അഫിലിയേറ്റ് ആയിട്ട് സെല്ല് ചെയ്യാൻ പറ്റും. ഇതാണ് മൂന്നാമത്തെ മെത്തേഡ്. ഞാൻ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് ആദ്യത്തെ രണ്ട് മെത്തേഡാണ്. അതിൽ തന്നെ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡയറക്റ്റ് കമ്പനിയുമായിട്ട് ടൈ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡയറക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന്റെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ പോവുക, അതിന്റെ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ അവർ അഫിലിയേറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ജോയിൻ അവർ പാർട്ട്ണർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കിട്ടും. അതിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യും. മോസ്റ്റ് ഓഫ് ദി ടൈംസ് അവർ ആക്സെപ്റ്റ് ചെയ്യും. ചില കമ്പനികൾക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും, എന്നാലും മിക്കവാറും അവർ ആക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് അവരുടെ അഫിലിയേറ്റ് ഡാഷ്ബോർഡിലേക്കുള്ള ആക്സസ് കിട്ടും. നിങ്ങൾക്ക് അത് പ്രൊമോട്ട് ചെയ്യാനുള്ള കൂപ്പൺ കോഡുകളും ലിങ്കുകളും കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ ആ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ത്രൂ വരുന്ന കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസും സെയിൽസിന്റെ ഡീറ്റെയിൽസും എല്ലാം നമുക്ക് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ശരി. ഇനി ഇത്രയാണ് നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നിങ്ങൾ എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളൊരു വാട്സപ്പിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, അവർക്ക് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് അയച്ചു കൊടുത്തു, ഫ്രണ്ട് അതിൽ കയറി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഫിലിയേറ്റ് കമ്മീഷൻ കിട്ടും. പക്ഷേ ഇങ്ങനെയല്ല ഒരു പ്രോപ്പറായിട്ട് ഒരു ബിസിനസ് ആയിട്ട് നിങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്.
നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതായത് നിങ്ങൾക്ക് റാൻഡം ആയിട്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് ഇട്ട് അതിലൂടെ ആരെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ യൂട്യൂബ് വീഡിയോസിന്റെ താഴെയിലൊക്കെ കമന്റ് ഇട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്മീഷൻസ് കിട്ടും. ഇതെല്ലാം കമ്മീഷൻസ് കിട്ടുന്ന മെത്തേഡ് ആണെങ്കിലും ഇതൊക്കെ ലക്കാണ്. നമുക്കൊരു പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻകം ഇതിലൂടെ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഒരു ലക്ക് പോലെയാണ് അത് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് ആയിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ നമ്മൾ സിസ്റ്റംസ് ബിൽഡ് ചെയ്യണം. മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സിസ്റ്റംസ് ബിൽഡ് ചെയ്യണം. അതെങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് എനിക്കൊരു കസ്റ്റമർ വന്നു. എനിക്ക് മാർക്കറ്റിംഗ് കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ക്ലയന്റ് വന്നു. അപ്പോൾ ക്ലയന്റിന് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അവരുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് എല്ലാം ഉണ്ട്. ഓക്കെ, ഇവിടെ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സിസ്റ്റം ഒന്നും ബിൽഡ് ചെയ്യാതെ, അതായത് അവർക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു 5 lakhs അല്ലെങ്കിൽ 10 lakh ഫോളോവേഴ്സ് ഉണ്ടെന്ന് വെക്കാം. അപ്പോൾ ഇവർ സിസ്റ്റം ഒന്നും ബിൽഡ് ചെയ്യാതെ ഇവർ റാൻഡം ആയിട്ട് ഇങ്ങനെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ 10 lakh ഫോളോവേഴ്സ് ഉള്ള ഒരാളുടെ അടുത്ത് 10 lakh ആളുകളുടെ അടുത്ത് എത്തില്ല. പല പോസ്റ്റുകളും ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളുടെ അടുത്താണ് എത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അത് ആവശ്യമുള്ള ഈ 10 lakhൽ എല്ലാവർക്കും ഈ പ്രൊഡക്റ്റ് ആവശ്യം ഉണ്ടാവില്ല. ആ പ്രൊഡക്റ്റ് ആവശ്യമുള്ള ആളുകളുടെ അടുത്തേക്ക് അത് എത്തിക്കൊള്ളണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അത് മിസ്ഡ് സെയിലാണ്. കിട്ടിയാ കിട്ടി, പോയാ പോയി, അങ്ങനെയുള്ള ഒരു രീതിയിലാണ് അത് വർക്ക് ചെയ്യുള്ളൂ. നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമ്മൾ പ്രൊഡക്റ്റുകൾ ഡയറക്റ്റ് പ്രൊമോട്ട് ചെയ്യരുത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമേഴ്സിന് നമ്മളുടെ ഫോളോവേഴ്സിന്റെ ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയയിലൂടെ ഡയറക്റ്റ് സെയിൽ ചെയ്യരുത്. ഇതെങ്ങനെ ചെയ്യാം? എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു റിവാർഡ് കൊടുക്കുക. ഒരു റിവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സെയിൽസ് പേജ്, ഒരു ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ലാൻഡിംഗ് പേജ് ഓൾറെഡി അവെയർ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേജ് ഉണ്ടെന്ന് വെക്കുക. ഒരു യൂത്തിന് വേണ്ടിയിട്ട് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ചെയ്യുന്ന ഒരു പേജ് ഉണ്ട്. നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഫ്രീ ഇ ബുക്ക് ക്രിയേറ്റ് ചെയ്യുക, ഒരു ഗൈഡ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചെറിയ കോഴ്സ് ക്രിയേറ്റ് ചെയ്യുക. ഹൗ ടു സ്റ്റേ ഫിറ്റ് ഇൻ യുവർ 20s അല്ലെങ്കിൽ ഹൗ ടു സ്റ്റേ ഫിറ്റ് ഇൻ യുവർ 30s എന്ന് പറഞ്ഞിട്ട് ഒരു ഇ ബുക്കോ ഒരു കോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുക. അത് ഫ്രീ ആയിട്ട് ആളുകൾക്ക് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങളുടെ ടൈം ആയി കഴിഞ്ഞാലും എന്താണെങ്കിലും നിങ്ങൾക്ക് ഒരു വൺ ടൈം ആണ് അതിൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നിങ്ങൾ ആ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ എന്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും ഈ ഫ്രീ ആയിട്ടുള്ള കോഴ്സ് പ്രൊമോട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡാറ്റ തരുന്നതിന് നമ്മൾ അവർക്ക് ഒരു ഗിഫ്റ്റ് ചെയ്യാണ്, ഒരു ബ്രൈബ്, ഒരു കൈക്കൂലി കൊടുക്കുന്നതാണ്. നിങ്ങൾ ഇതെടുത്തോ, പകരം നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ഡാറ്റ തരാൻ വേണ്ടിയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് കളക്ട് ലീഡ്സ്. രണ്ടാമത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് അവരുടെ ലീഡ് കിട്ടി. ഓക്കെ, ഇവിടെ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് അത് പറഞ്ഞു തരാം. ആദ്യത്തെ പേജിൽ കളക്ട് ലീഡ്സ്, നമ്മൾ അതിനെ സ്ക്യൂസ് പേജ് എന്നാണ് മാർക്കറ്റിംഗിൽ പറയുന്നത്, അല്ലെങ്കിൽ ലീഡ് മാഗ്നറ്റ് പേജ് എന്ന് പറയും. ഈ ലീഡ് മാഗ്നറ്റ് പേജിൽ നമ്മൾ അവർക്കൊരു റിവാർഡ് കൊടുത്തിട്ട് അവരുടെ ഡാറ്റ കളക്ട് ചെയ്തു. ഈ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് അവർ റീഡയറക്ട് ചെയ്യും. ഈ പേജിൽ എന്ത് ചെയ്യും? ഈ പേജിൽ നമ്മൾ അവരുടെ അടുത്ത് പറയും ഹിയർ ഈസ് യുവർ ഫ്രീ ബുക്ക്, അല്ലെങ്കിൽ ഐ ഹാവ് സെൻഡ് യു ദ ആക്സസ് ടു ദ കോഴ്സ് വയ ഇമെയിൽ. നമ്മളൊരു കോഴ്സാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ബുക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഇവർ ഈ ഡാറ്റ ടൈപ്പ് ചെയ്യുന്നതോട് കൂടെ തന്നെ അവർക്ക് ഓട്ടോമേറ്റഡ് ആയിട്ട് ഈ കോഴ്സിലേക്ക് അല്ലെങ്കിൽ ബുക്കിലേക്കുള്ള ആക്സസ് ഇമെയിൽ ആയിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ട് പോകും. രണ്ടാമത് എന്നിട്ട് എന്ത് ചെയ്യും? ഇവർക്ക് ഓട്ടോമേറ്റ് ചെയ്തിട്ട്, അതായത് ഈ ലീഡ് കളക്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പേജിലേക്ക് ഇവരെ റീഡയറക്ട് ചെയ്തിട്ട് ഈ പേജിൽ പറയും ഹായ്, ഐ ഹാവ് സെൻഡ് യു ദ ആക്സസ് ടു ദ ബുക്ക് ഓർ ദ കോഴ്സ് വയ ഇമെയിൽ, പ്ലീസ് ചെക്ക് യുവർ ഇൻബോക്സ്, അങ്ങനെ പറയും. എന്നിട്ട് അതിന്റെ താഴെ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ താഴെ ഈ താങ്ക് യു എന്ന് പറഞ്ഞിട്ടുള്ള ഈ മെസ്സേജിന്റെ താഴെ നിങ്ങളുടെ ഇമെയിൽ ചെക്ക് ചെയ്യൂ, അതിലെ ആക്സസ് വന്നിട്ടുണ്ടാവും എന്നുള്ള മെസ്സേജിന്റെ താഴെ നമ്മളുടെ പ്രോഗ്രാം, അഫിലിയേറ്റ് പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യും. നമ്മളുടെ അഫിലിയേറ്റ് ലിങ്കുകൾ കൊടുക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ആഡ് ചെയ്യാം. ഇങ്ങനെ കൊടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്ക് യു ഫോർ ഡൗൺലോഡിങ് ദ ബുക്ക്, ഹാവ് യു വാച്ച് ദിസ് പ്രോഗ്രാം, അല്ലെങ്കിൽ ഡു യു നോ ദർ ഇസ് എ ഫിറ്റ്നസ് ആപ്പ് വിച്ച് ക്യാൻ ട്രാക്ക് യുവർ ലൈക്ക് ന്യൂട്രീഷൻ ഓർ എനിത്തിങ്. അങ്ങനെ ഇപ്പൊ നമ്മളൊരു ന്യൂട്രീഷൻ ആപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, നിങ്ങൾ ബുക്ക് ഡൗൺലോഡ് ചെയ്തതിന് താങ്ക്സ്, നിങ്ങൾ ഈ ന്യൂട്രീഷൻ ആപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ, ഇറ്റ് ക്യാൻ ട്രാക്ക് കലോറീസ്, ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞിട്ട് ഇഫ് യു ഹാവിൻറ്റ് ചെക്ക്
നിങ്ങളത് ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ലിങ്കിൽ താഴെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കൂ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ബൈ ഇറ്റ് ഫ്രം ഹിയർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. മിക്കവാറും അഫിലിയേറ്റ് പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ സെല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂപ്പൺ കോഡ് തരും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അതിന്റെ താഴെ അതും കൊടുക്കാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യൂസ് ദിസ് കൂപ്പൺ കോഡ് ഫോർ എ 10% അല്ലെങ്കിൽ 20% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ സെല് ചെയ്യുന്നത്. ആദ്യത്തെ പേജിൽ നമ്മൾ ഡയറക്റ്റ് സെല് ചെയ്യുന്നില്ല. ആദ്യത്തെ പേജിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഡാറ്റ കളക്ട് ചെയ്തിട്ട് അവർ പോകുന്ന രണ്ടാമത്തെ പേജിൽ നമ്മൾ അവർക്ക് അഫിലിയേറ്റ് പ്രോഗ്രാം സെല് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് സംഭവിക്കുന്നത്. ഇതിന് നമുക്കൊരു സിസ്റ്റം ബിൽഡ് ചെയ്യണം. സിസ്റ്റം ബിൽഡ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ ഇതിന്റെ പ്രോസസ്സാണ് ആദ്യം പറയുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? എന്നിട്ട് നമുക്ക് ഇവരെ ടാഗ് ചെയ്യാം. ഓക്കെ, ഇത് അവർ ഓൾറെഡി ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പർച്ചേസ്ഡ് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് പർച്ചേസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ്, ഒരു 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 ഓപ്ഷൻ നമ്മൾക്ക് അവരുടെ കോണ്ടാക്റ്റിന്റെ കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇവർ ഇത് പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് ഈ ടാഗ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവരെ ഇമെയിൽ വഴി ഫോളോ അപ്പ് ചെയ്യാനുള്ള സെറ്റിംഗ്സ് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാക്കി വെക്കാം. ഓക്കെ, മനസ്സിലായോ? അതായത് ഫസ്റ്റ് നമ്മൾ ലീഡ് കളക്ട് ചെയ്യുന്നു, അവരെ സെക്കൻഡ് പേജിലേക്ക് റീഡയറക്ട് ചെയ്യുന്നു. സെക്കൻഡ് പേജിൽ നമ്മുടെ അഫിലിയേറ്റ് പ്രോഗ്രാം സെല് ചെയ്യുന്നു. അഫിലിയേറ്റ് പ്രോഗ്രാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ കോൺടാക്റ്റിലേക്ക് ഒരു ടാഗ് ആഡ് ചെയ്യുന്നു. ഈ ടാഗ് ആഡ് ആയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവർ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ അവർ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞു 3 ദിവസം കഴിഞ്ഞൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഇമെയിൽ വഴിയോ SMS വഴിയൊക്കെ ഫോളോ അപ്പ് ചെയ്ത് അവർക്ക് ആ പ്രൊഡക്റ്റ് നമ്മൾ സെല് ചെയ്യുന്നു. ഇത് ഓട്ടോമേറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ മാനുവലി അയക്കേണ്ട ആവശ്യമില്ല, ഇത് ഓട്ടോമേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. ഇനി അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് അപ്സെൽ ചെയ്യാൻ പറ്റും. അപ്സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. അതായത് നിങ്ങൾ നിങ്ങളുടെ ഏർലി 30s നിങ്ങൾ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് കോൺഷ്യസ് ആയിട്ടുള്ള ആളായതുകൊണ്ടാണ് ആ ബുക്ക് ഡൗൺലോഡ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ആപ്പ് പർച്ചേസ് ചെയ്തത്. ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവർക്ക് വേറെയും ആപ്പുകൾ ആവശ്യമുണ്ടാവും. അപ്പൊ നമുക്കറിയാം, അതായത് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഫോക്കസ് ഉള്ള ആളുകൾക്ക് വേറെ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാം? ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ടാഗ് ഓൾറെഡി ആഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ വേറെ പ്രൊഡക്റ്റുകൾ ഇമെയിൽ വഴി പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? ഇതാണ് അപ്സെൽ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്. ഇത് ഓൾറെഡി ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് തന്നെ കൂടുതൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ പറ്റും. ഇതാണ് അപ്സെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷന്. ഡൗൺ സെൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു അവര് ആ പ്രൊഡക്റ്റ് ഡയറക്റ്റ് പർച്ചേസ് ചെയ്തില്ല, അവരെ കുറെ ഫോളോ അപ്പ് ചെയ്തു, ഓട്ടോമേറ്റഡ് ഇമെയിൽസ് വഴി ഫോളോ അപ്പ് ചെയ്തു, എന്നിട്ടും അവരത് പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ നമ്മൾ സെല് ചെയ്യുന്ന പ്രോഗ്രാം ഒരു 1000 റുപ്പീസിന്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 100 റുപ്പീസിന്റെയോ 200 റുപ്പീസിന്റെയോ പ്രൊഡക്റ്റ്, ചെറിയ പ്രൊഡക്റ്റ് അവർക്ക് സെല് ചെയ്യാൻ ശ്രമിക്കാം. അതിനാണ് ഡൗൺ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ശരി, ഇത്രയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിൽ വരുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇത് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, നമ്മുടെ സിസ്റ്റം കാണിച്ചു തരാം. എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ കാണിച്ചു തരാം. ഇത് ബിൽഡ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ കാണിച്ചു തരാം. ഞാൻ അതിനെ ഫ്രീഡം ബിസിനസ് OS എന്നാണ് വിളിക്കുന്നത്. നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അഫിലിയേറ്റ് മാർക്കറ്റേഴ്സിന്റെ ഡിജിറ്റൽ ഓൺടർപ്രണേഴ്സിന്റെ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതിൽ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാനുള്ള സിസ്റ്റംസ് തരും, സോഫ്റ്റ്വെയർ തരും, ആ സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് തരും. നിങ്ങൾക്ക് ഇത് പ്രൊഡക്റ്റുകളൊക്കെ പ്രൊമോട്ട് ചെയ്യാനുള്ള ടെംപ്ലേറ്റുകൾ ഫ്രീ ആയിട്ട് ആക്സസ് തരും. ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ശരി, ഇവിടെ ഈ കാണുന്നതാണ് ട്രാക്ഷന്റെ ഡാഷ്ബോർഡ്. ഈ ഫ്രീഡം ബിസിനസ് OS എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു OSന്റെ ഡാഷ്ബോർഡ് ഇതാണ് കാണുന്നത്. ഈ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിൽസും നിങ്ങളുടെ ലീഡ്സും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഒരു ഡാഷ്ബോർഡ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെ ഡാറ്റയാണോ നിങ്ങൾക്ക് ഡാഷ്ബോർഡ് തുറക്കുമ്പോൾ ആദ്യം കാണേണ്ടത്, അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ആഡ് ചെയ്യാം. രണ്ടാമത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരുന്നത് കോൺവെർസേഷൻസ് ടാബാണ്. ഈ കോൺവെർസേഷൻ ടാബ്സിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഇമെയിൽ, SMS ഇതെല്ലാം കണക്ട് ചെയ്യാം. ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് നമുക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനായിട്ട് മൾട്ടിപ്പിൾ ചാനൽ വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു ലീഡ് വന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ ലീഡ് വന്ന ആൾക്ക് നിങ്ങൾക്കൊരു ഇമെയിൽ വഴി ഒരു ഡീൽ, ഒരു മീൽ പ്ലാനർ അവർക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ ഇവിടെ ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് വരും. ഇവിടെ കണ്ടോ, ഇവിടെ SMS അല്ലെങ്കിൽ ഇവിടെ ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൺടാക്റ്റിലേക്ക് എനിക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ ഇമെയിൽ അയക്കാൻ പറ്റും. അപ്പോൾ എല്ലാ മെസ്സേജിങ് ചാനലുകളും ഇവിടേക്ക് ഡയറക്റ്റ് ആയിട്ട് വരും. പിന്നെ അതിന്റെ താഴെ വരുന്നത് കലണ്ടേഴ്സ് ആണ്. ഇവിടെ അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾ ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ $1000 ഒക്കെ മുകളിലുള്ള പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുമ്പോൾ ചിലപ്പോൾ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും?
ഡയറക്റ്റ് അതിൽ നിന്ന് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തോളണം എന്നില്ല. മനസ്സിലായോ? ആദ്യം നിങ്ങളുടെ കൂടെ അവർക്ക് എന്തെങ്കിലും ഒരു മീറ്റിംഗ് എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുപോലെയുള്ള മീറ്റിങ്ങുകൾ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അപ്പോയിന്റ്മെന്റ് ബുക്കിങ്ങിന്റെ സെഷൻ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ലീഡ്സിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഇവിടെ വന്ന് നിങ്ങളുമായിട്ട് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്തിട്ട് നിങ്ങളുമായിട്ട് മീറ്റിംഗ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ വരുന്നത് കോൺടാക്ട്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ പല സോഴ്സിൽ നിന്ന് വരുന്ന ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ ലിങ്ക്ഡിനിൽ നിന്നൊക്കെ വരുന്ന പല സോഴ്സുകളിൽ നിന്ന് വരുന്ന കോൺടാക്റ്റുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവർ നമ്മളുടെ വെബ്സൈറ്റിൽ എവിടെയൊക്കെയാണ് വരുന്നത്. ഇത് കണ്ടോ, ഇത് ആകാശ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനാണ്, ഒരു കസ്റ്റമറാണ്. കണ്ടോ, ഇവരുടെ അടുത്ത് വരുന്ന നമുക്ക് വരുന്ന എല്ലാ മെസ്സേജുകളും ഇവിടെ നിന്ന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ താഴെ കണ്ടോ, ഇവർ എവിടെ നിന്നാണ് വരുന്നത്, സോഷ്യൽ മീഡിയയിൽ നിന്നാണ് വരുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏത് സോഷ്യൽ മീഡിയയിൽ നിന്ന്, യൂട്യൂബിൽ നിന്ന് വീഡിയോ കണ്ടിട്ട് വരുന്നതാണ്. ഈ പേജിലൊക്കെ പോയി അവർ പേയ്മെന്റ് ഇവിടെ ചെയ്തു. ഈ ഡീറ്റെയിൽ എല്ലാം ഇവിടെ കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പേയ്മെന്റ് ചെയ്യാൻ പറ്റിയില്ല, ഇപ്പോൾ ഇത് ഓൾറെഡി പർച്ചേസ് ചെയ്തതാണ്. ഇത് പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇവർക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ഒരു ഇമെയിലോ SMS ആയിട്ട് ഐ സോ യു വിസിറ്റിംഗ് ദ വെബ്സൈറ്റ് ആൻഡ് യു കുഡന്റ് മേക്ക് എ പർച്ചേസ്, ഡു യു നീഡ് എനി ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നീട് വരുന്നത് ഓപ്പർച്യൂണിറ്റീസ് ടാബാണ്. ഓപ്പർച്യൂണിറ്റീസ് ടാബിലാണ് ഒരു CRM ആണ്. അതായത് നിങ്ങൾക്ക് വരുന്ന പുതിയ ലീഡുകൾ, വെബ്സൈറ്റിൽ നിന്നോ ഫണലിൽ നിന്നൊക്കെ വരുന്ന പുതിയ ലീഡ്സ് ഒക്കെ ഇവിടെ ന്യൂ ലീഡ്സിൽ വരും. ഇപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇവിടുന്ന് കോൺടാക്റ്റഡ്, ക്വാളിഫൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ആകാശിനെ നമുക്ക് വിന്നിൽ കൊണ്ടിട്ട് ഇട്ട് കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് പർച്ചേസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലേക്ക് പോകും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ടീം മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഓരോ മെമ്പേഴ്സിന് ഇപ്പോൾ ഒരു പുതിയ ലീഡ് വന്നു, നിങ്ങളുടെ ഒരു സെയിൽസ് ടീമിനെ അവർക്ക് അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിൽസ് ടീമിനെ അസൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ പൈപ്പ് ലൈൻസ് ഉണ്ടാക്കാനും മൾട്ടിപ്പിൾ ലീഡ്സിനെ മൾട്ടിപ്പിൾ ബിസിനസ്സിൻ്റെ മൾട്ടിപ്പിൾ ഡിഫറെൻറ്റ് ആളുകളെ അസൈൻ ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ ഇതിലൂടെ പറ്റും. പിന്നീട് വരുന്ന പേയ്മെന്റ്സ് ഓപ്ഷൻ ആണ്. നിങ്ങളുടെ ഓൺ പ്രൊഡക്റ്റുകൾ എന്തെങ്കിലും സെൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പേയ്മെന്റ് കളക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പേയ്മെന്റ് സെക്ഷൻസ് വരുന്നത്. നിങ്ങൾക്ക് ഇൻവോയ്സ് അയക്കാനൊക്കെയുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് അതിൽ. ഓക്കെ, അത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പേയ്മെന്റ്സ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പേയ്മെന്റ്സ് കളക്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയാണ് അതിന്റെ പേയ്മെന്റ് കളക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കമ്പനി നിങ്ങളുടെ ഒരു മാസത്തിലുള്ള കമ്മീഷൻ എത്രയാണോ ആ കമ്മീഷൻ കമ്പനി അയച്ചു തരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് പേയ്മെന്റ് കളക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അത് ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അവരുടെ ഓൺ ബിസിനസ്സുമായിട്ട് കളക്ട് ചെയ്യും, കൊളാബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അവരുടെ ഓൺ പ്രൊഡക്റ്റുകൾ സെൽ ചെയ്യുന്നുണ്ടാവും, അഫിലിയേറ്റ് മാർക്കറ്റിംഗും ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാൻ പറ്റും. അവിടെ പേയ്മെന്റ് കളക്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നീട് നമുക്ക് വരുന്നത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സെഷനാണ്. മാർക്കറ്റിംഗിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇതിന്ന് മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കണ്ടന്റ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ടും ലിങ്ക്ഡിനിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും യൂട്യൂബിലേക്കും ഒക്കെ ഇവിടുന്ന് കണ്ടന്റ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഡെയിലി നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഓപ്പൺ ചെയ്ത് ഇരുന്ന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സിംഗിൾ ഡാഷ്ബോർഡിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാത്തിലേക്കും ചെയ്യാൻ പറ്റും. ഇവിടെ ഇമെയിൽ ക്യാമ്പയിനുകൾ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള അതായത് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഇമെയിൽസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓട്ടോമേഷനും അത് തന്നെയാണ് വരുന്നത്. അതായത് ഒരു പുതിയ ലീഡ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഓട്ടോമേഷൻ വർക്ക് ഫ്ലോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഒരു പുതിയ ലീഡ് വന്നു, അവരെ ഓട്ടോമാറ്റിക്കായിട്ട് CRMലേക്ക് ആഡ് ചെയ്യൂ, അല്ലെങ്കിൽ അവർക്ക് വന്ന ഉടനെ തന്നെ അവർക്കൊരു വെൽക്കം ഇമെയിൽ അയക്കൂ, അല്ലെങ്കിൽ ഈ ബുക്ക് അയച്ചു കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇവിടെ വർക്ക് ഫ്ലോസ് ക്രിയേറ്റ് ചെയ്യാം. ഇത് നിങ്ങൾ മാനുവലായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫ്രീഡം ബിസിനസ് ഓഫീസിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിലേക്ക് ആക്സസ് കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ ഇത് നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ എല്ലാം ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള ട്രെയിനിങ്ങുകളോ ഒക്കെ ഉണ്ട്. എല്ലാ വെനസ്ഡേയും നമുക്ക് കോച്ചിങ് കോഴ്സ് ഉണ്ട്, ലൈവായിട്ടുള്ള കോച്ചിങ് കോഴ്സ് ഉണ്ട്. ലൈവായിട്ടുള്ള കോച്ചിങ് കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും, അല്ലാതെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യും, ഡിസ്കസ് ചെയ്യുകയൊക്കെ അങ്ങനെയും ചെയ്യാം. ഓക്കെ, പിന്നീട് വരുന്നത് സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. ഇതാണ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ. ഇവിടെ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫണലുകളും വെബ്സൈറ്റുകളും വെബിനാറുകളൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ് ഉണ്ട്, 1000+ ടെംപ്ലേറ്റുകളുണ്ട്. ഈ ടെംപ്ലേറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര വെബ്സൈറ്റുകളും ഫണലുകളും ക്രിയേറ്റ് ചെയ്യാം. ഇതിലൊരു ലിമിറ്റേഷനും ഇല്ല. നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഡൊമൈൻസ് ആഡ് ചെയ്യാം, അൺലിമിറ്റഡ് ആയിട്ട് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഓൺ ബിസിനസ്സിനും നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്ക് വെബ്സൈറ്റുകൾ ബിൽഡ് ചെയ്ത് കൊടുത്ത്
ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് ഓരോ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ലാൻഡിംഗ് പേജുകളും ഫണലുകളും ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം എങ്ങനെ എളുപ്പമാണ്, ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ പോലും നിങ്ങൾക്ക് അതിന്റെ ട്രെയിനിങ്ങുകളും കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ വരുമ്പോൾ അത് ചെയ്യാനും പറ്റും. വെബ്സൈറ്റുകളും ഇ-കൊമേഴ്സ് സ്റ്റോറുകൾ ക്രിയേറ്റ് ചെയ്യാം, വെബിനാറുകൾ ക്രിയേറ്റ് ചെയ്യാം, ഫോമുകൾ ക്രിയേറ്റ് ചെയ്യാം, സർവേകൾ ക്രിയേറ്റ് ചെയ്യാം, ക്യൂസുകൾ ക്രിയേറ്റ് ചെയ്യാം, ലീഡൊക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യൂസുകൾ, ചാറ്റ് ബോട്ടുകൾ, ചാറ്റ് വിഡ്ജറ്റുകളൊക്കെ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഏരിയയിൽ വരുന്നത് കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യാനും കമ്മ്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെയാണ്. അപ്പോൾ നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന പോലെ ഇന്റർനെറ്റ് ലൈഫ് ക്ലബിന്റെ ഈ ഒരു കമ്മ്യൂണിറ്റി പോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള കമ്മ്യൂണിറ്റികൾ, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റികളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിലൂടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് വരുന്നുണ്ട്. റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ റിവ്യൂസും ഫേസ്ബുക്ക് റിവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് വരുന്നത് റിപ്പോർട്ടിംഗ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് ആഡ് അക്കൗണ്ടുകളൊക്കെ കണക്ട് ചെയ്ത് അത് ഇവിടുന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതായത് ഫേസ്ബുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് വരുന്ന ലീഡ്സ് ഒക്കെ ഡയറക്റ്റ് നിങ്ങളുടെ ഇവിടേക്ക്, അതായത് നിങ്ങളുടെ CRM-ലേക്കോ കോൺടാക്റ്റിലേക്കോ ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഫ്രീഡം ബിസിനസ് OS അല്ലെങ്കിൽ ഇന്റർനെറ്റ് ലൈഫ് ക്ലബിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഉള്ള ഒരു മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ, ഈ കംപ്ലീറ്റ് മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറിലേക്കുള്ള ആക്സസ് കിട്ടും. ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ട്രെയിനിങ്ങുകളും ട്യൂട്ടോറിയലും കിട്ടും. നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. കൂടാതെ ഇന്റർനെറ്റ് ലൈഫ് ക്ലബ് കമ്മ്യൂണിറ്റിയിലേക്ക് ആക്സസ് കിട്ടും. അവിടെ എൻ്റെ അടുത്തേക്ക് മാത്രമല്ല, ഇതുപോലെ നിങ്ങളെപ്പോലെ ബിസിനസ്സുകൾ ബിൽഡ് ചെയ്യുന്ന മറ്റുള്ള ആളുകളിലേക്കും നിങ്ങൾക്ക് ആക്സസ് കിട്ടും. ഡിസ്കഷൻസ് ചെയ്യാം. എല്ലാ വെനസ്ഡേയും നമുക്ക് ലൈവ് ആയിട്ടുള്ള കോച്ചിങ് കോഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയ മാർക്കറ്റിംഗ് ട്രെൻഡുകളും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും എല്ലാം ഇതിൽ ഡിസ്കസ് ചെയ്യാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇനി പ്രൊഡക്റ്റുകളോ എല്ലാം കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിൽ റെഡി ടു യൂസ് ആയിട്ടുള്ള, അതായത് പ്രൊമോട്ട് ചെയ്യാൻ റെഡി ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അത് തന്നെ പ്രൊമോട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അതെ, അത്രയാണ്. നിങ്ങൾ സീരിയസ് ആയിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒരു പ്രോപ്പർ ബിസിനസ് ആയിട്ട് റൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യുക. എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ കമ്മ്യൂണിറ്റിയിലൂടെ തരും. നമ്മൾ സോഫ്റ്റ്വെയറും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഇതിന്റെ മൊത്തം ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞില്ല, കാരണം ഒരുപാട് AI ഫീച്ചേഴ്സും എല്ലാം ഉണ്ട്. അത് മുഴുവനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അതിനുവേണ്ടി തന്നെ ഒരുപാട് സമയം ഇരിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. എങ്ങനെയാണ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ള ലിങ്ക് എല്ലാം താഴെ കൊടുക്കാം. നിങ്ങൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ശരി, സീ യു ഇൻസൈഡ്. ബൈ.